നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവാദ സംഭാഷണം വിശദീകരണവുമായി ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ. സംസാരം തന്റേതു തന്നെ. സംഭാവന പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്വകാര്യ സംഭാഷണത്തിലുള്ളത്. യൂത്ത് കോൺഗ്രസ് നേതാവ് പി സുബീഷ് ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച പരാമർശം എഡിറ്റ് ചെയ്തു മാറ്റിയാണ് രാഷ്ട്രീയമായി പ്രചരിപ്പിക്കുന്നതെന്നും ചെയർമാൻ. ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാന്റെ വിവാദ ഫോൺ സംഭാഷണം കോറി മാഫിയകൾക്ക് പണം വാങ്ങി ചെയർമാൻ ഒത്താശ ചെയ്യുന്നുവെന്നാരോപിച്ച് നഗരസഭയിലേക്ക് UDF മാർച്ച്. മാർച്ചിൽ സംഘർഷം. ചെയർമാൻ രാജിവെക്കണമെന്ന നേതാക്കൾ. ചെർപ്പശ്ശേരി ടൗണിൽ AKG റോഡിൽ ട്രാൻസ്ഫോമറിന് സമീപം യുവാവിനെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാറൽമണ്ണ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. KCBയുടെ അനാസ്ഥയാണ് അപകട കാരണമെന്ന് ബന്ധുക്കൾ. മണ്ണാർക്കാട് നഗരസഭയിൽ ലീഗ് നേതാവിന്റെ നേതൃത്വത്തിൽ വോട്ടുകൾ വെട്ടിമാറ്റിയെന്ന LDF ആരോപണം അടിസ്ഥാനരഹിതമെന്ന് UDF പ്രിൻസിപ്പൽ കമ്മിറ്റി. ആരോപണം ഉന്നയിച്ച CPM കൗൺസിലർ മൻസൂർ ജീവിച്ചിരിക്കുന്നയാളെ മരിച്ചെന്ന് കാണിച്ച് വെട്ടിമാറ്റിയെന്ന് നേതാക്കൾ. ഒറ്റപ്പാലം നഗരസഭയിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതി. സെക്രട്ടറി ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് മുസ്ലിം ലീഗ് പ്രതിഷേധ സദസ്സ് നടത്തി. സേവനത്തിന് പണം ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണപുരം മൃഗാശുപത്രിയിൽ നടന്ന പ്രതിഷേധം. വനിതാ ഡോക്ടറുടെ പരാതിയിൽ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാങ്കുഴി ഉൾപ്പെടെ 3 പേർക്കെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കേസ്. വിശദമായ വാർത്തകൾ നോക്കാം. വിവാദ സംഭാഷണം വിശദീകരണവുമായി ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാനും CPM നേതാവുമായ പി രാമചന്ദ്രൻ. സംഭാഷണം തന്റേതു തന്നെയാണെന്ന് ചെയർമാൻ പറഞ്ഞു. സംഭാവന പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇതിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് പി സുബീഷ് ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചുള്ള പരാമർശവും നടത്തിയിരുന്നു. എന്നാൽ രാഷ്ട്രീയമായി തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അടർത്തിയെടുത്ത് എഡിറ്റ് ചെയ്താണ് പ്രചരിപ്പിച്ചതെന്നും ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൻ്റെ സുഹൃത്തുമായി ഒപ്പം നടന്നു പോകുമ്പോൾ സംസാരിച്ച ചില കാര്യങ്ങളാണ് അറിയാതെ ഫോണിൽ റെക്കോർഡായി ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പോയത്. രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്സവങ്ങൾക്കും സംഭാവന നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സംഭാഷണത്തിലുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും പൂരക്കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗക്കാരും സംഭാവന വാങ്ങുന്നത് പതിവാണ്. അത് കാറൽമണ്ണയിലെ പാർട്ടി മാത്രം വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല എന്നതാണ് സംഭാഷണത്തിൽ സൂചിപ്പിച്ചത്. അത് ക്രമവിരുദ്ധമല്ല. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന നിലയ്ക്ക് കോറികൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് സംഭാവന എല്ലാ പാർട്ടിക്കാരും ആഘോഷ കമ്മിറ്റിക്കാരും വാങ്ങുന്നതാണ് എന്നാണ് തികച്ചും സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത്. ഈ സംഭാഷണത്തിൽ സംഭാവന പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുബീഷ് ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചും പരാമർശിച്ചിരുന്നു. എന്നാൽ ആ ഭാഗം വെട്ടിമാറ്റി രാഷ്ട്രീയമായി തങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ അടർത്തിയെടുത്താണ് പ്രചരിപ്പിക്കുന്നതെന്നും ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. ഞാനും എൻ്റെ സുഹൃത്തുമായി സംസാരിച്ച് ആ ഇതിലധികം ഭാഗമുണ്ട്. ഇനിയും തുറന്നും അതിൻ്റെ ഇടയിലുള്ള ഭാഗവും എഡിറ്റ് ചെയ്ത് അത് രാഷ്ട്രീയമായി എന്നെയോ എൻ്റെ പ്രസ്ഥാനത്തെയോ എതിർക്കാൻ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ആക്കിയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഹോസ്പിറ്റൽ പോയി അതാണ് സംസാരിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ ഭാഗം ആ സംഭാവന ഇരിക്കുന്ന ഭാഗം വെച്ച് നോക്കുമ്പോൾ 2 പേരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. 2 പേരുടെ പേരല്ല പറഞ്ഞത്. അവിടുത്തെ കോൺഗ്രസ് നേതാവ് ഇവരെല്ലാവരും അത് രാഷ്ട്രീയമായിട്ടല്ല, അവരെല്ലാവരും കൂടി അടങ്ങുന്ന പൂര കമ്മിറ്റി പൈസ പിരിച്ചു എന്നാണ് പറഞ്ഞത്. എല്ലാവരും അടങ്ങുന്ന ഉത്സവ കമ്മിറ്റി പൈസ പിരിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാം. അതോടെ മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് പോയിട്ട് പൂര കമ്മിറ്റിക്കാരൊക്കെ കുറച്ച് കൂടുതൽ ഇവരൊക്കെ വലിയ ലാഭം നൽകുന്ന സ്ഥാപനത്തിലേക്ക് 10,000-50,000 ലക്ഷങ്ങൾ വാങ്ങുന്നവരും ഉണ്ട്. അത്ര പിരിവ് നടത്തിയത് അല്ലാതെ വാങ്ങിയവരും ആ മോശം എന്നുള്ളതല്ല ഞാൻ പരാമർശിച്ചത്. പൂര കമ്മിറ്റിക്ക് പൈസ വാങ്ങിയ മോശമായിരുന്നതല്ല, അവരൊക്കെ നല്ല വാങ്ങുന്നുണ്ട് എന്ന നിലയ്ക്കൊരു പരാമർശമാണ് അത്. ഇവർ മാത്രമല്ല, അവിടുത്തെ കോൺഗ്രസ് നേതാവും ഇപ്പോഴും BJP നേതാക്കളും എല്ലാവരും അടങ്ങുന്ന വലിയൊരു പൂര കമ്മിറ്റിയാണ് അത് പോയിട്ടും സമ്പാദിച്ചത്. അല്ല ഒരാളെ അതിന് 2 പേരെ മാത്രം CPM-മായി പ്രവർത്തിക്കുന്ന 2 ആളെ പേര് മാത്രം പറഞ്ഞു ബാക്കിയുള്ള പേരെന്ന് കരുതിക്കൂട്ടി ഒഴിവാക്കിയിട്ടുകൊണ്ടാണ് ആ വോയിസ് ക്ലിപ്പ്. അല്ല വോയിസ് ക്ലിപ്പ് എൻ്റെ എല്ലാം നിഷേധിക്കാൻ ഞാൻ തയ്യാറല്ല. അതിൻ്റെ ആവശ്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് ആ വോയിസ് ക്ലിപ്പ് ഇറക്കിയിട്ടുള്ളത്. എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ആ വോയിസ് ക്ലിപ്പിലൂടെ ചെയർമാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ രാജിവെക്കാൻ ആവശ്യമായി എന്താണ് ചെയർമാൻ ചെയ്തതെന്നുള്ളത് പറഞ്ഞത്. ഞാൻ പറഞ്ഞ വോയിസ് ക്ലിപ്പ് എങ്ങനെ വ്യാഖ്യാനിച്ചു, എന്തെങ്കിലും സാമ്പത്തിക തീരുമാനിക്കാൻ ആരെയും പോലീസ് അറിയിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും നഗരസഭയ്ക്ക് നഷ്ടം വരുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു ഔദ്യോഗിക കൃത്യവിലോപം നടത്തിയിട്ടുണ്ടോ? അത് വലിയൊരു ഇഷ്യൂ ആക്കി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ സമരം ചെയ്യാൻ അവകാശമുണ്ട്. ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് എന്താണ് അതിന്റെ ബേസ് എന്ന് കൂടി പറയാം. അവർക്ക് പറയാം ഇന്ന കാരണങ്ങളാൽ എന്താ പരാമർശിച്ചപ്പെട്ട വാചകങ്ങൾ
മാവോയിസ്റ്റ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച ഭാഗത്താണ് പോലും നിയമസംഹിതയ്ക്ക് ഒതുങ്ങാത്ത രീതിയിൽ ചെയർമാൻ പ്രവർത്തിച്ചു എന്ന് പറയാൻ എന്താണ് ഇതിന്റെ മനസ്സിലാകുന്നത്? സംഭാവന വാങ്ങുന്ന കാര്യത്തിലാണോ? നമുക്ക് സംഭാവന വാങ്ങിക്കൂടെ എന്ന് എന്റെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നതാണ്. സംഭാവന ഇല്ലാതെ പറഞ്ഞിട്ടുണ്ടോ? ഇത് ചില ആളുകൾക്ക് മാത്രം ഞങ്ങൾ സംഭാവന വാങ്ങാൻ പാടില്ല, അത് വാങ്ങാറില്ല. അത് വാങ്ങിക്കൂടെ, നമുക്ക് എല്ലാവരും വാങ്ങുന്നു, നമുക്ക് സംഭാവന വാങ്ങിക്കൂടെ എന്ന് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചതാണ്. ഒരു തെറ്റായിട്ടുള്ളത്. അതാണ് ഞാൻ പരാമർശിച്ചത്. പരാമർശത്തിൽ അത് നമ്മൾ മാത്രം വാങ്ങാതിരിക്കുന്നു അല്ല പറഞ്ഞത്. നമ്മൾ മാത്രം വാങ്ങാതിരിക്കും, ബാക്കിയുള്ളവർ മുഴുവൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഉത്സവ കമ്മിറ്റികളും, ക്ഷേത്ര കമ്മിറ്റികളും, പള്ളി കമ്മിറ്റികളും ഒക്കെ തന്നെ അവരാവശ്യങ്ങൾ കുട്ടികളെ സംഭാവന വാങ്ങുന്നുണ്ട്. അതുപോലെ നമുക്കും വാങ്ങുന്നതിൽ തെറ്റില്ല എന്നുള്ള നിർദ്ദേശം എന്റെ സുഹൃത്തുക്കളോട് പങ്കുവെക്കുക എന്നതാണ് ഞാൻ കൃത്യവിലോപം എന്ന നിലയ്ക്ക് എനിക്കെതിരെ ആരോപണമായി ഉന്നയിക്കുന്നത്. കോറികളുടെ പ്രവർത്തനത്തെ വ്യക്തിപരമായി താൻ അനുകൂലിച്ചിട്ടില്ല. ജനങ്ങൾക്ക് ദ്രോഹമാകുന്ന കോറികളെ എതിർത്തിട്ടുണ്ട്. പുതിയ കോറിയെ ചുറ്റിപ്പറ്റി അതിൻ്റെ മുഴുവൻ ഇടപാടുകളും നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവാണ്. തന്റെ രാജി ആവശ്യപ്പെടുന്നവർ നിയമവിരുദ്ധമായി താൻ എന്താണ് ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്നും ചെയർമാൻ പറഞ്ഞു. കോറിയെ ഞങ്ങൾ എതിർത്താണ്, കൗൺസിൽ എതിർത്തു. അന്ന് ഈ കൗൺസിലർ അവിടുത്തെ കൗൺസിൽ എന്താ പാടത്തെ ആ കോരി പാടുന്ന ഒരുപാടല്ലേ. അത് മാത്രം ഉണ്ടായി അവിടെയുള്ള മല മുഴുവൻ ഇടനിലക്കാരായി വാങ്ങി കച്ചവടം ചെയ്ത് ഞങ്ങളാളുകളാണ്. അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാവല്ലേ മുഴുവൻ കച്ചവടക്കാരായി ഇടനിലക്കാരായി കോടികൾ ഇടപാട് നടത്തിയത്. അവിടെയുള്ള വീടുകൾ മുഴുവൻ കുടിയൊഴിപ്പിക്കാൻ ധാരണുണ്ടാക്കിയ നമുക്ക് അന്വേഷിക്കും. എത്ര വീടുകളെ കുടിയൊഴിപ്പിച്ച അവിടുന്ന് ആ വീടുകൾ കുടിയൊഴിപ്പിക്കാൻ ധാരണുണ്ടാക്കിയത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോ ചെയർമാനാണോ? ഞാൻ അവിടേക്ക് നടന്നുപോയിട്ടില്ല. ഇതൊക്കെ ചെയ്ത് കോടിക്കണക്കിന് രൂപയൊക്കെ സമ്പാദിച്ച് അവരൊക്കെ തന്നെ എഡിറ്റ് ചെയ്ത് മറ്റുള്ളവരെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. ഇതൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയും അവസാനം എൻ്റെ അടുത്ത് എൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിട്ടുള്ള പരിചയപ്പെടുന്നവരുടെ അബദ്ധം പറ്റിയത് സംഭവിക്കുന്നതാണ്. എനിക്കിപ്പോൾ അവരുടെ അത്ര പ്രായമല്ലോ, ചെറിയ അബദ്ധങ്ങളെ പറ്റാം. എൻ്റെ പിടിച്ചുകൊണ്ടിടങ്ങ് വന്നുപോയ ക്ലിപ്പാവാം. അത് ഉപയോഗിച്ചുകൊണ്ട് തേജോവധം ചെയ്ത് രാജിവെക്കണം എന്ന് പറഞ്ഞതിനോട് ഞങ്ങൾക്ക് ഇത് ഒന്നും പറയാനില്ലാത്തതിന്റെ പ്രശ്നം. ഞങ്ങളെ പദ്ധതിക്കെതിരെ എന്തോ ആരോപണം പറയണ്ടായിരുന്നു. നഗരസഭയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഒറ്റയ്ക്കാണ് പങ്കെടുത്തത്. ചെർപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ കോറി മാഫിയകൾക്ക് പണം വാങ്ങി ഒത്താശ ചെയ്തു കൊടുക്കുന്നുവെന്നാരോപിച്ച് നഗരസഭയിലേക്ക് UDF നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. ചെയർമാന്റെ വിവാദ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു നഗരസഭയിലേക്ക് UDFന്റെ പ്രതിഷേധം. കോറി മാഫിയകളിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങി ഒത്താശ ചെയ്തു കൊടുക്കുന്ന നിലപാടാണ് നഗരസഭാ ചെയർമാന്റേതെന്നാരോപിച്ചും വിവാദ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ചെയർമാൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് UDF നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് നഗരസഭാ റോഡിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് ഏറെ നേരം ഉന്തും തള്ളിനും സംഘർഷത്തിനും ഇടയാക്കി. CPMന്റെ അറിവോടെയാണ് കോറി മാഫിയകളിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് പുറത്തുവന്ന ചെയർമാന്റെ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്നതെന്നും UDF ഭരിക്കുമ്പോൾ ക്രഷർ വിരുദ്ധ സമിതിക്ക് നേതൃത്വം നൽകിയ ആളാണ് ഇപ്പോൾ ഭരണത്തിലിരുന്ന് ഒത്താശയ്ക്ക് കൂട്ടുനിൽക്കുന്നതെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം KK യാസീസ് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ള 6 അനുമതി പത്രങ്ങൾ കൊണ്ടുവന്നപ്പോ തീർച്ചയായും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് ആ DNO ഓർഡർ കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ലൈസൻസ് കൊടുത്തില്ല എങ്കിൽ ഡീംഡ് ലൈസൻസായി അവർക്ക് ആ സ്ഥാപനം നടത്താനുള്ള അവസരമുണ്ട്. ഇത് നിയമം പറയുന്നതാണ്. അത്തരമൊരു നിർബന്ധിത സാഹചര്യത്തിൽ ഞങ്ങളെ ഒരു ലൈസൻസ് കൊടുത്തു. അന്ന് നിങ്ങൾക്കറിയോ 2015-16 കാലഘട്ടങ്ങളിൽ ഈ ചെയർമാന്റെ ചില പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ചേഷ്ടകളും ഒക്കെ ഞങ്ങൾ പുറത്തുവിടാൻ വേണ്ടി പോവാൻ അന്ന് ഈ കോറിക്കെതിരായി
സമരസമിതി ഉണ്ടാക്കി ആ സമരസമിതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് രാവും പകലുമില്ലാതെ സമരം നടത്തിയവരാണ് ഈ ചെയർമാനും കൂട്ടുകാരും എന്ന് നിങ്ങൾ ആലോചിക്കണം. എന്ന് മാത്രമല്ല, ഈ നഗരസഭയ്ക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഈ ചെയർമാന്റെ വെല്ലുവിളി ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം പറയൂ, എല്ലാ കാലത്തും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ് എന്ന് നിങ്ങൾ അഹങ്കരിക്കണ്ട, ഞങ്ങളുടെ ഒരു ഭരണം വരും. ആ ഭരണം വരുമ്പോ ഇതെല്ലാം തിരുത്തി കുറിച്ച് ഈ നിങ്ങൾ അനുമതി കൊടുത്ത ഈ ക്രഷറിന് ഞങ്ങൾ പൂട്ടിടും എന്ന് പറഞ്ഞു. നാണവും മാനവും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല മിസ്റ്റർ ചെയർമാൻ, ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഉളുപ്പുള്ളവൻ കുളിച്ച കുളത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ 4.25 കൊല്ലം ഭരണം നടത്തിയിട്ട് 1 മണിക്കൂർ നേരം ആ കോറി അടച്ചുപൂട്ടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുക. UDF മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ CA ബക്കർ അധ്യക്ഷനായി. നേതാക്കളായ PP വിനോദ് കുമാർ, KM ഇസാക്ക്, K ഉണ്ണികൃഷ്ണൻ, P സുബീഷ്, ഷഹനാസ് ബാബു, ഇക്ബാൽ തുറാനി, VG ദീപേഷ്, CGK ഉണ്ണി, വിനോദ് കളത്തൊടി, അഡ്വക്കേറ്റ് ഹാഷ്മി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചെർപ്പളശ്ശേരി ടൗണിലെ AKG റോഡിൽ ട്രാൻസ്ഫോമറിന് സമീപം യുവാവിനെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാർമണ്ണ തൃക്കിടിയേരി മനപ്പടി വീട്ടിൽ മണികണ്ഠനാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് മണികണ്ഠനെ ട്രാൻസ്ഫോമറിന് സമീപം മരണപ്പെട്ട നിലയിൽ കണ്ടത്. ഉള്ളം കൈയിൽ പൊള്ളലേറ്റ പാടുകളുണ്ട്. ഷർട്ട് ധരിക്കാത്ത നിലയിലാണ് മൃതദേഹം കണ്ടത്. ഇന്നലെ രാത്രി ഷർട്ട് ഊരി മണികണ്ഠൻ ടൗണിലൂടെ നടന്നു പോകുന്നത് കണ്ടതായി ആളുകൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അപകടം സംഭവിച്ചു എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് കാരിയറുകൾ ഊരിമാറ്റിയ നിലയിലാണ് കാണുന്നത്. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചെർപ്പളശ്ശേരിയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവം KSEBയുടെ കടുത്ത അനാസ്ഥ മൂലമെന്ന് ബന്ധുക്കൾ. ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് കമ്പി കൊണ്ട് കെട്ടിവെച്ച നിലയിലാണ്. യാതൊരു സുരക്ഷാ മുൻകരുതലുകളും ഇല്ലാതെയാണ് ട്രാൻസ്ഫോമർ നിലനിൽക്കുന്നതെന്നും ബന്ധുക്കൾ. ചെർപ്പളശ്ശേരി ടൗണിലെ AKG റോഡിൽ യുവാവിൻ്റെ മരണത്തിനിടയാക്കിയ ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥയാണിത്. ട്രാൻസ്ഫോമറിലെ ഫ്യൂസുകൾ വെറും കമ്പി കൊണ്ട് കെട്ടിവെച്ച നിലയിലാണ്. നിരവധി ആളുകൾ ദിനേന കടന്നു പോകുന്ന വഴിയിൽ ഏതൊരു കൊച്ചുകുട്ടിക്കും തൊടാൻ കഴിയുന്ന ഉയരത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലാതെ ഫ്യൂസുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ട്രാൻസ്ഫോമറിന് ചുറ്റും സുരക്ഷാ വേലിയും സ്ഥാപിച്ചിട്ടില്ല. ട്രാൻസ്ഫോമർ സ്ഥാപിച്ച പോസ്റ്റിലെ സ്ട്രീറ്റ് ലൈറ്റിലേക്കുള്ള ഫ്യൂസ് സംവിധാനവും അപകടാവസ്ഥയിലാണ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്ക് നടുവിലാണ് ഈ ട്രാൻസ്ഫോമർ നിലനിൽക്കുന്നത്. ഇവിടേക്കുള്ള വഴിയിലൂടെ കടന്നു പോകുന്നയാളുകൾ അബദ്ധത്തിൽ ട്രാൻസ്ഫോമറിൽ തൊടാനുള്ള സാധ്യതയും ഏറെയാണ്. ഇത്രയും അപകട സാധ്യത നിലനിൽക്കെ വെറും കമ്പി കൊണ്ട് ഫ്യൂസ് കെട്ടിവെക്കുന്നത് KSEBയുടെ അനാസ്ഥയാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇനിയൊരു ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ട്രാൻസ്ഫോമറിൽ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 11 ഈ കടക്കാർ പറഞ്ഞത് 11 മണിക്ക് ഇവിടെ പോകുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നില്ല. അപ്പോൾ രാവിലെ ഞങ്ങൾ മേലാറ്റൂന്ന് വന്നതാണ്. ഇവിടെ ഈ കറണ്ട് പിടിച്ച ആൾ മരണപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഞങ്ങൾ ഓരോ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഈ മരിച്ച ആൾ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ സ്ഥലം ഒന്ന് നോക്കുമ്പോൾ ഇവിടെ കറണ്ട് പിടിച്ചാൽ മരിച്ചിട്ടില്ല. ഇവിടെ KSEBിൻ്റെ ചെറിയ അനാസ്ഥത ഇവിടെ കാണാണ്ട്. ഈ നാട്ടുകാർ എന്തുകൊണ്ട് ഇത് പ്രതികരിക്കുന്നില്ല, കാണാതെ പോയി നമുക്കറിയില്ല. നമ്മൾ കണ്ടൊരു കാര്യം സംസാരിക്കുന്നത്, ഇവിടെ ഇതിൻ്റെ ബാക്കിൽ ഫീസ് കെയറിന് ഫീസില്ല. ഫീസ് നേരിട്ട് കമ്പി കെട്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വീണ് കിടന്ന ആളെ ഇവിടെ കൂടിയ ആൾക്കാർ കയറ്റി വിട്ടപ്പോൾ അവർ പറഞ്ഞത് വയറിൻ്റെ അവിടെ പൊള്ളലേറ്റിട്ടുണ്ടെന്നില്ലാണ്. അത് ഏകദേശം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ഫീസിൻ്റെ ബാക്കിൽ കമ്പി കെട്ടി കമ്പിമ്മേ അയാളുടെ വയർമത്തെ രോമെല്ലാം കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇത്രയും വിദ്യാർത്ഥികളും യാത്രക്കാരും നാട്ടുകാരും നടക്കുന്ന ഈ ഏരിയയിൽ ഫീസ് കെട്ടാതെ ഡയറക്റ്റ് ഒരു കമ്പി കൊടുത്തുകൊണ്ട് എന്താ KSEB ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. എന്തായാലും ഇതൊരു KSEBിൻ്റെ ഭാഗത്ത് നിന്ന് വന്നാൽ അനാസ്ഥത അത് ഇനി ഉണ്ടാകാൻ പാടില്ല. ഇപ്പം മരിച്ചാൽ എന്തായാലും മരണപ്പെട്ടു പോയി. നാളെ മറ്റുള്ളൊരാൾക്കും ഇത് സംഭവിക്കാതെക്കട്ടെ. കാരണം ഇത്രയും ജനങ്ങൾ ഇത് നടക്കുന്ന മനുഷ്യന് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു കുഴക്കം സംഭവിക്കാം. അപ്പോൾ കിറ്റോട്ട് പിടിച്ചിട്ടായിരിക്കും നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ പിടിക്കുന്നതായിരിക്കും. ഇനി ഇയാൾ എങ്ങനെയാണ് മരിച്ചെന്ന് വെച്ചാൽ അതിപ്പോൾ കറണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു. ഇവിടെ ഈ ഫീസിൻ്റെ ബാക്കിൽ ഈ കമ്പിൻ്റെ ഇവിടെ വയർമത്തെ രോമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു എത്രയും പെട്ടെന്ന് KSEB ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ തീർക്കണം. നാളെ മണ്ണാർക്കാട് നഗരസഭയിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വോട്ടുകൾ വെട്ടിമാറ്റിയെന്ന LDF ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് UDF മുനിസിപ്പൽ കമ്മിറ്റി. ആരോപണം ഉന്നയിച്ച CPM കൗൺസിലറും ലോക്കൽ സെക്രട്ടറിയുമായ മൻസൂർ ജീവിച്ചിരിക്കുന്നയാളെ മരിച്ചെന്ന് കാണിച്ച് വെട്ടിമാറ്റിയെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു വോട്ട് പോലും അനധികൃതമായി വെട്ടിമാറ്റിയിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ ഇത്തരത്തിൽ വോട്ടുകൾ വെട്ടിമാറ്റാൻ കഴിയില്ല. വോട്ട് മാറ്റാനും ചേർക്കാനും ആവശ്യപ്പെട്ട് നൽകുന്ന പരാതികൾ ഉദ്യോഗസ്ഥർ പലതരത്തിലുള്ള പരിശോധന നടത്തിയാണ് ഒഴിവാക്കുന്നതും വെട്ടിമാറ്റുന്നതും. ലീഗ് കൗൺസിലർ ഷഫീഖ് റഹ്മാൻ 100ഓളം വോട്ടുകൾ വെട്ടിമാറ്റിയെന്നും ഭിന്നശേഷിക്കാരനായ ആളുടെ കുടുംബത്തെ ബോധപൂർവം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നും LDF ആരോപിച്ചിരുന്നു. ഭിന്നശേഷിക്കാരനും കുടുംബവും കാലങ്ങളായി മറ്റൊരു വാർഡിലാണ് താമസിക്കുന്നത്.
ഇക്കാര്യം അധികൃതരെ അറിയിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് നീക്കം ചെയ്തിട്ടുള്ളതെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആ ഫാമിലി ആ വാർഡിൽ താമസിക്കുന്നില്ല എന്നുള്ളത് ഈ മൻസൂറിനും അറിയാം. 4-5 വർഷമായിട്ട് അവരവിടെ സ്ഥിരതാമസക്കാരല്ല. ഞാൻ ആദ്യം പറഞ്ഞതിന് വീണ്ടും ആവർത്തിക്കുകയാണ്. നാച്ചുറൽ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ആ വാർഡിന്റെ ബൗണ്ടറിക്കകത്ത് താമസിക്കുന്ന ആളുകൾക്ക് അതാത് വാർഡിൽ വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയുള്ളൂ. ഇത് നിയമസഭാ ഇലക്ഷനിലോ പട്ടികയല്ല തയ്യാറാക്കുന്നത്. ത്രിതല പഞ്ചായത്തിലേക്ക് തയ്യാറാക്കുന്ന വോട്ടർ പട്ടിക കൃത്യമായിക്കൊണ്ട് സർക്കാർ മാനദണ്ഡം, ഇലക്ഷൻ കമ്മീഷന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ബൗണ്ടറിക്കകത്ത് താമസിക്കുന്ന ആളുകൾക്കാണ് ആ വാർഡിൽ വോട്ടവകാശം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഈ സമയത്തും ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? മുസ്ലിം ലീഗിന്റെ വോട്ടർമാരെയാണ് വ്യാപകമായിട്ട് മുസ്ലിം ലീഗിന്റെ ആളുകൾ വെട്ടിമാറ്റുന്നത്. അതിന് അയാൾ പറഞ്ഞത് വികസനമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ ജാള്യത മറച്ചു വെക്കാൻ ആ ലീഗിനെതിരാവുന്ന വോട്ടുകളൊക്കെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയാണ്. കൃത്യമായി കൊണ്ട് പറയാം, ഈ ഒരു ഭരണസമിതി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി അധികാരത്തിലേറിയിട്ട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു ഭരണസമിതിയാണ് UDFന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് നടക്കുന്നത്. ഒരു ഭയപ്പാടില്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നേരിടാൻ മുസ്ലിം ലീഗ് പാർട്ടിക്കും UDFനും. കാരണം കൃത്യമായിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഞങ്ങൾ കൃത്യമായിക്കൊണ്ട് ഞങ്ങളുടെ ഭരണസമിതി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ എണ്ണി പറയാൻ കഴിയും. അതിലെ വിഭ്രാന്തി പരത്തിക്കൊണ്ടാണ് CPM LDFും വ്യക്തിപരമായിക്കൊണ്ട് ഞങ്ങളുടെ നേതാക്കളൊക്കെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണ് പത്രമാധ്യമങ്ങളുടെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തകർ പരസ്പരം മാന്യത പുലർത്തണമെന്ന് UDF കൗൺസിലർ C. ഷഫീഖ് റഹ്മാൻ പറഞ്ഞു. ആശയപരമായ യോജിപ്പുകളും വിയോജിപ്പുകളും പ്രകടിപ്പിക്കുന്നതിൽ ഒരു വിരോധവുമില്ല. പക്ഷെ വ്യക്തിഹത്യ നടത്തുന്നത് മാന്യമായ പൊതുപ്രവർത്തകന് ചേർന്നതല്ല. മൻസൂർ തനിക്കെതിരെ നടത്തിയ വ്യക്തിഹത്യയ്ക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ അറിയാൻ കഴിയാത്തതുകൊണ്ടല്ല, രാഷ്ട്രീയ മാന്യത മുൻനിർത്തി അത് ചെയ്യുന്നില്ല. തങ്ങളും അതേ നിലവാരത്തിൽ പ്രതികരിച്ചാൽ തലയിൽ മുണ്ടിട്ട് പോലും മൻസൂർ പുറത്തിറങ്ങാൻ കഴിയില്ലെന്നും ഷഫീഖ് പറഞ്ഞു. ഞങ്ങളൊക്കെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തേജോവധം ചെയ്യാനാണ് മൻസൂർ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പുറപ്പാട് എങ്കിൽ ചിലതൊക്കെ ഞങ്ങൾക്കും ഇനി ഇവിടെ നമുക്ക് വിളിച്ചു പറയേണ്ടി വരും. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ ഞങ്ങൾ പറയേണ്ടി വന്നാൽ, ഇവിടെ മുജീബ് പറഞ്ഞത് തലയിൽ മുണ്ടിട്ട് നടക്കണില്ല, മുണ്ടിട്ട് പോലും ഈ മൻസൂറിന് മണ്ണാർക്കാട് അങ്ങാടിയിൽ നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കരുത് എന്ന് പ്രിയപ്പെട്ട മൻസൂറിനോട് വളരെ സ്നേഹപൂർവ്വം ഉണർത്തുകയാണ്. ഇപ്പോൾ സാമ്പത്തികമായ ക്രമക്കേടൊക്കെ ആരാ നടത്തിക്കുന്നത്? ഒരു വിജിലൻസ് എൻക്വയറിക്ക് നേരിടാൻ വേണ്ടി പോകുന്ന വ്യക്തിയാണ്. എന്താണ് സാമ്പത്തിക ക്രമക്കേട്? എത്ര സാമ്പത്തിക ക്രമക്കേടിന്റെ ആരോപണം പല കോളിൽ ഉയരുന്നത്? അതൊക്കെ ബന്ധപ്പെട്ട ആളുകൾ അന്വേഷിക്കട്ടെ. പക്ഷെ ഞങ്ങൾക്കെതിരെ ഇന്നേ വരെ മണ്ണാർക്കാട് നഗരസഭയിലെ ഒരു കൗൺസിലർമാർക്കെതിരെ ഇന്നേ വരെ ഇത്തരം ആരോപണം ഇതുവരെ ഉയർന്നിട്ടില്ല. നിരന്തരമായി ഇയാൾ പണം ആവശ്യപ്പെടുന്നു, പല ആളുകളും പറയുന്നുണ്ട്. അതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളതൊക്കെ അതൊക്കെ ബന്ധപ്പെട്ട ആളുകൾ ഏതായാലും അന്വേഷിച്ച് അതൊക്കെ കണ്ടെത്തട്ടെ. എന്തായാലും മണ്ണാർക്കാട്ടുകാർക്ക് അറിയാം ഈ ലോക്കൽ സെക്രട്ടറി ആരാണെന്ന്. സ്വന്തം പാർട്ടിയുടെ അകത്തുനിന്ന് പോലും ഒരു പിന്തുണയില്ലാത്ത ഒറ്റപ്പെട്ട് കഴിഞ്ഞൊരു വ്യക്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും തന്റെ പ്രദേശത്ത് കാലം ഉറപ്പിക്കണം. ആ പ്രദേശത്തൊക്കെ തന്റെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക. സ്വന്തം കുടുംബത്തിന്റെ പിന്തുണ പോലും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അറിയാലോ, കഴിഞ്ഞ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി എനിക്ക് മത്സരിച്ചത് ഈ മൻസൂറിന്റെ ജ്യേഷ്ഠനാണ്. ആ മൻസൂറിന്റെ ജ്യേഷ്ഠന് 2 മക്കൾ ഇന്ന് മുസ്ലിം ലീഗിൽ ഔദ്യോഗികമായി മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട അവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്വന്തം കുടുംബത്തിന്റെ പോലും പിന്തുണ നഷ്ടപ്പെട്ട ഒരു പ്രദേശത്തെ ആളുകൾ ഇദ്ദേഹത്തിന്റെ ഇത്തരം പ്രവൃത്തി മൂലം അകന്നു നിന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിൽ നിന്നൊക്കെ ജനശ്രദ്ധ പിടിച്ചു പറ്റാനും വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം തെറ്റായ കാര്യം ആളുകളെ വിഡ്ഢികളാക്കാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കള്ളപ്രചരണം നടത്തിക്കൊണ്ട് എന്റെ വാർഡിലെ ആളുകളെ ഭിന്നിപ്പുണ്ടാക്കി എനിക്കെതിരാക്കി മാറ്റാൻ വേണ്ടി ഒരു കുടുംബത്തെ ഇങ്ങനെ കൊണ്ടു നടക്കുക. ഷഫീഖിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസിലെ കൗൺസിലർ അരുൺകുമാർ പാലക്കുറിശി പറഞ്ഞു. ഷഫീഖിന്റെ വാർഡിൽ സ്ഥിരതാമസമില്ലാത്തവരെയാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ അപേക്ഷ നൽകിയത് ഷഫീഖാണെങ്കിലും പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. അതിന് ഷഫീഖിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് വില കുറഞ്ഞ രാഷ്ട്രീയമാണ്. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റിയതെന്ന ആരോപണം ബാലിശമാണ്. ജീവനക്കാരിൽ ഭൂരിഭാഗവും ഇടതു സംഘടനയിൽപ്പെട്ടവരാണ്. പിന്നെ എങ്ങനെ UDF കൗൺസിലർക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്നും അരുൺകുമാർ ചോദിച്ചു. മണ്ണാർക്കാട് നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും UDFന്റെ നേതാവുമായിരിക്കുന്ന ഷഫീഖ് റഹ്മാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കൗൺസിലറുമായ നേതാക്കന്മാർ ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരാളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ UDF തയ്യാറല്ല എന്നുള്ളത് ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയാണ്.
വ്യക്തിപരമായ ആക്ഷേപങ്ങളൊക്കെ വരാം, സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ വ്യക്തിപരമായി അപമാനിക്കാൻ വേണ്ടി മാത്രം കൗൺസിലും മറ്റു പൊതു ഇടങ്ങളും തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല. ഒരു വ്യക്തിയെ പോലും വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കണമെന്ന് കരുതിയവരല്ല ഞങ്ങൾ. അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവരുമല്ല. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞ് അപമാനിക്കാൻ പൊതു ഇടങ്ങളിൽ വലിയ രീതിയിൽ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ചേരയെ തോണ്ടിയാലും തിരിഞ്ഞ് കടിക്കുമെന്ന് പറയുന്നത് പോലെ ഞങ്ങളും തിരിച്ചു പറയേണ്ട സാഹചര്യം ഉണ്ടാകും. ഇപ്പൊ മണ്ണാർക്കാട് നഗരസഭയിലെ പ്രശ്നം എന്താ? വോട്ടർ പട്ടികയിൽ പേര് വെട്ടിയതാണോ പ്രശ്നം? മണ്ണാർക്കാട് നഗരസഭയിലെ 30 വാർഡുകളായിട്ട് പുതിയത് വന്നു, 29 വാർഡുകൾ പഴയത്. അതിലെ CPM-കാർ വോട്ട് വെട്ടിയിട്ടില്ല എന്ന് പറയാൻ ഏതെങ്കിലും CPM-മാർ തയ്യാറാണോ? UDF നേതാക്കളായ KC അബ്ദുറഹ്മാൻ, VD പ്രേംകുമാർ, മുജീബ് പെരുമ്പിടി, C ഷഫീഖ് റഹ്മാൻ, അരുൺകുമാർ പാലക്കുറിശി, റഷീദ് കുറുവണ്ണ, ഫിറോസ് മുക്കണം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ നഗരസഭാ സെക്രട്ടറി ക്രമക്കേട് നടത്തിയെന്നാരോപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം ടൗണിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ലീഗ് നേതാക്കളായ PMA ജലീൽ, PP മുഹമ്മദ് കാസിം, M ഉമ്മർ ഫാറൂഖ്, മാമുക്കോയ തറമ്മൽ, M മുഹമ്മദ് മാസ്റ്റർ, ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷൻ ഫൗസിയ ഹനീഫ, കൗൺസിലർമാരായ ആമിന സമീർ, K നുസ്രത്ത്, TT സിയാദ്, P അഷ്റഫ്, P ഖാസിം, MV അബൂബക്കർ, K ഷമീർ, K ഷറഫുദ്ദീൻ, K അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം മൃഗാശുപത്രിയിലെ വനിതാ ഡോക്ടറെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന പരാതിയിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. രാത്രികാല സേവനത്തിന് 475 രൂപ ഈടാക്കിയതിനെ ചൊല്ലിയാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രതിഷേധ സംഭവങ്ങൾ അരങ്ങേറിയത്. കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാങ്കുഴി, വലമ്പലിമംഗലം ചോലക്കുണ്ട് മണികണ്ഠൻ, മണികണ്ഠന്റെ സഹോദരി ചോലക്കുണ്ട് രാജേശ്വരി എന്നിവർക്കെതിരെയാണ് കേസ്. വനിതാ ഡോക്ടർ, DHO, ശ്രീകൃഷ്ണപുരം പോലീസ്, പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിരുന്നു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തും പോലീസിൽ പരാതി നൽകി. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. നായക്കുട്ടിക്ക് ചികിത്സ തേടി ചോലക്കുണ്ട് മണികണ്ഠൻ ആശുപത്രിയിൽ എത്തിയിരുന്നു. രാത്രികാല സേവനത്തിന് 475 രൂപ ആവശ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ആശുപത്രിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിൽ ലിഫ്റ്റ് സംവിധാനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ജനറേറ്റർ സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യം. വൈദ്യുതി നിലയ്ക്കുന്ന ഘട്ടങ്ങളിലെ അപകട സാധ്യത ഒഴിവാക്കാനാണ് ഇത്. ദിവസങ്ങൾക്ക് മുമ്പ് വൈദ്യുതി നിലച്ച് സാമൂഹ്യക്ഷേമ വകുപ്പിലെ ഉദ്യോഗസ്ഥ ലിഫ്റ്റിനുള്ളിൽ കുഴഞ്ഞു വീണിരുന്നു. നിമിഷങ്ങൾക്കകം വൈദ്യുതി പുനഃസ്ഥാപിക്കപ്പെട്ടതിനാൽ അപകടം ഒഴിവായി. പുറത്തെത്തിച്ച ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സമാനമായ സാഹചര്യം ഇനിയും സംഭവിക്കാമെന്നാണ് ആശങ്ക. കഴിഞ്ഞ ദിവസം ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. ലിഫ്റ്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിന് പുറമെ സബ് ട്രഷറി ഉൾപ്പെടെ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിനു കൂടി ജനറേറ്റർ സംവിധാനം പ്രയോജനപ്പെടും. പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം വൈദ്യുതി നിലയ്ക്കുമ്പോഴെല്ലാം പ്രതിസന്ധിയിലാകുന്നതായാണ് പരാതി. 14 പ്രധാന സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണിത്. ഉദ്ഘാടനം കഴിഞ്ഞ 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കഴിഞ്ഞ ഏപ്രിലിൽ ലിഫ്റ്റ് പ്രവർത്തനം തുടങ്ങിയത്. സാംസ്കാരിക സംഘടനയായ മണ്ണാർക്കാട് കേളി കലാസാഹിത്യവേദിയുടെ 9ാം വാർഷികാഘോഷവും 5ാമത് കേളി അവാർഡ് ദാനവും ശനിയാഴ്ച വൈകിട്ട് 5-ന് മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ നടത്തും. വയോജന സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന മലപ്പുറം തുവ്വൂർ വിമല ഹൃദയാശ്രമത്തിനാണ് അവാർഡ്. 25,000 രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് അവാർഡെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയോജനങ്ങളുടെ സംരക്ഷണത്തിന് മാതൃകാ പ്രവർത്തനം നടത്തുന്ന വ്യക്തികളെയും സംഘടനകളെയുമാണ് അവാർഡിന് പരിഗണിക്കുന്നത്. 148 വയോജനങ്ങളെ സംരക്ഷിച്ചു വരുന്ന തുവ്വൂർ വിമല ഹൃദയാശ്രമത്തിന് കീഴിലെ ആകാശപ്പറവുകൾക്കാണ് ഇത്തവണ അവാർഡ് നൽകുന്നത്. പ്രഭാഷകൻ VK സുരേഷ് ബാബു കണ്ണൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മണ്ണാർക്കാട്ടെ ശ്രദ്ധേയരായ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാവിരുന്നും ഒരുക്കിയിട്ടുണ്ട്. കേളി പ്രസിഡന്റ് M ചന്ദ്രദാസൻ അധ്യക്ഷത വഹിക്കും. തികച്ചും വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏറ്റെടുത്തിട്ടുള്ളത്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം കേളി നൽകുന്ന വൃദ്ധജനങ്ങളെ പരിപാലിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേളി അവാർഡാണ്. കേളി അവാർഡ് 25,000 രൂപയും
മനോഹരമായൊരു വെങ്കല ശില്പവുമാണ് അവാർഡായി നൽകുന്നത്. ഈ 9ാം വാർഷികത്തോടനുബന്ധിച്ച് നൽകുന്ന കേളി അവാർഡ് 5ാമത്തെ അവാർഡാണ്. ഇത്തവണ അവാർഡിന് പരിഗണിച്ചിട്ടുള്ളത് ഒരു സ്ഥാപനത്തെ, മലപ്പുറം ജില്ലയിലെ തുവ്വൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന വിമല ഹൃദയാശ്രമത്തിൻ്റെ കീഴിൽ ഉള്ള ആകാശപ്പറവകൾ എന്ന് പറയുന്ന 148 വയോജനങ്ങളെ പരിപാലിക്കുന്ന ആ സ്ഥാപനത്തിനാണ് ഇത്തവണത്തെ അവാർഡിന് പരിഗണിച്ചിട്ടുള്ളത്. എം ചന്ദ്രദാസൻ, ടി ആർ സെബാസ്റ്റ്യൻ, പി എ ഹസൻ മുഹമ്മദ്, മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ഹോളിഡേയ്സ് ഫുട്ബോൾ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഓണക്കപ്പ് ഫുട്ബോൾ ലീഗ് മത്സരവും ആദരവും വെള്ളിയാഴ്ച 2:30 നടത്തും. മൈലാമ്പാടം TNC ടർഫിലാണ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂട്ടായ്മയുടെ 2ാമത് ഓണക്കപ്പ് മത്സരമാണ് നടത്തുന്നത്. കുമരമ്പത്തൂർ പഞ്ചായത്ത് പരിധിയിലെ LP വിഭാഗം ഫുട്ബോൾ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാലയങ്ങൾക്കുള്ള ആദരവും UP തല വിദ്യാർത്ഥികളുടെ സൗഹൃദ ഫുട്ബോൾ മത്സരവും നടത്തും. 6 മണിക്ക് സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന്റെ സമാപനവും ഹോളിഡേയ്സിന്റെ 4 ടീമുകൾ പങ്കെടുക്കുന്ന ലീഗ് മത്സരവും നടക്കും. സന്തോഷ് ട്രോഫി നേടിക്കൊടുത്ത ടീമിലെ അംഗവും മണ്ണാർക്കാട് സ്വദേശിയുമായ ഹാരിസ്, AP കബീർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ഈ തവണ 2ാം ഓണക്കപ്പ് 12ാം തീയതി നാളെ 2 മണി മുതൽ അവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ 2ാം ഓണക്കപ്പിനോടനുബന്ധിച്ച് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ LP തല വിദ്യാർത്ഥികൾ, അതിൽ ഫുട്ബോളിൽ മികവ് പുലർത്തിയിട്ടുള്ള വിദ്യാലയങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണം, UP തലത്തിൽ ഉള്ള കുട്ടികളുടെ സൗഹൃദ ഫുട്ബോൾ മത്സരവും 2 മണിക്ക് ആരംഭിക്കുകയും 6 മണിക്ക് ആ മത്സരങ്ങളുടെ സമാപനവും അതുപോലെ ഹോളിഡേയ്സ് ഫുട്ബോൾ ഗ്രൂപ്പിന്റെ 4 ടീമുകൾ പങ്കെടുക്കുന്ന സിൽവർ സ്റ്റാർ FC പള്ളിക്കുന്ന്, ബ്ലൂ സ്റ്റാർ FC പള്ളിക്കുന്ന്, റെഡ് സ്റ്റാർ FC പള്ളിക്കുന്ന്, ഗ്രീൻ സ്റ്റാർ, സിൽവർ സ്റ്റാർ FC പള്ളിക്കുന്ന്, ഇങ്ങനെ 4 ടീമുകളായി ഇതിന് പങ്കെടുക്കുന്ന ഞങ്ങളുടെ ലീഗ് മത്സരവും നടക്കുകയാണ്. PN നൗഫൽ തങ്ങൾ, ഹാഷിം തങ്ങൾ, ബാബു തങ്കേത്തൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുമരമ്പത്തൂർ പയ്യനടം ഗവൺമെൻറ് LP സ്കൂളിൽ ലാപ്ടോപ്പുകളുടെ സമർപ്പണവും മെറിറ്റ് കാർഡ് വിതരണവും നടത്തി. IT വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മണ്ണാർക്കാട് IDBI ബാങ്കിൻ്റെ CSR ഫണ്ടിൽ നിന്നും 5 ലാപ്ടോപ്പുകൾ വിദ്യാലയത്തിന് നൽകി. ഓരോ കുട്ടിയുടെയും കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാലയത്തിൽ നടപ്പാക്കിയ തനത് പരിപാടിയാണ് മെറിറ്റ് കാർഡ്. IDBI മണ്ണാർക്കാട് ബ്രാഞ്ച് മാനേജർ KS സുധീഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് റാഫി മൈലങ്കോട്ടിൽ അധ്യക്ഷനായി. IDBI പെരിന്തൽമണ്ണ ബ്രാഞ്ച് മാനേജർ സുനീഷ്, പ്രധാനാധ്യാപകൻ MN കൃഷ്ണകുമാർ, SMC ചെയർമാൻ B സത്യൻ, PTA വൈസ് പ്രസിഡന്റ് ഫൈസൽ മൈലങ്കോട്ടിൽ, ബാങ്ക് പ്രതിനിധികളായ അൽഫാസ്, അഞ്ജു, ശ്യാം, അധ്യാപക പ്രതിനിധികളായ PA ഖദീജ ബീവി, PD സരളാദേവി, VP ഹംസകുട്ടി എന്നിവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് IDBI ബാങ്ക് അതിൻ്റെ CSR ഫണ്ടിൽ നിന്നും പയ്യനടം GSD സ്കൂളിലെ കുട്ടികളുടെ IT വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിൻ്റെ കമ്പ്യൂട്ടർ ലാബിലേക്ക് 5 ലാപ്ടോപ്പുകൾ നൽകിയതിൻ്റെ സമർപ്പണ ചടങ്ങാണ് ഇവിടെ നടന്നത്. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് കുട്ടികൾക്ക് IT വിദ്യാഭ്യാസം നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. കമ്പ്യൂട്ടർ വളരെ പരിമിതമായ സൗകര്യം മാത്രമേ നമ്മുടെ സ്കൂളിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 5 കൂടി കിട്ടിയപ്പോൾ അത് വളരെ വളരെ സൗകര്യപ്രദമായി മാറിയിട്ടുണ്ട്. 100 വർഷം കഴിഞ്ഞ ഈ സ്കൂളിന് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ വന്ന കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട്. ഇനിയും സ്കൂളിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ അതിനുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മുടെ കളിസ്ഥലം വാങ്ങിന് 4 പുറ ഒരു ചുറ്റുമതിൽ കോൺക്രീറ്റ് വാൾ കെട്ടണം. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഒരു ഗ്രൗണ്ടിൻ്റെ കളിസ്ഥലത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലത്ത് പുതിയൊരു കെട്ടിടം കെട്ടി നമ്മുടെ നാട്ടിലൊരു അപ്പർ പ്രൈമറി സ്കൂളാക്കി മാറ്റാനുള്ളൊരു പ്രവർത്തനത്തിലാണ് ഞങ്ങളെ PTAയും നാട്ടുകാരും അതുപോലെ സ്കൂളിൻ്റെ പ്രധാനാധ്യാപകരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നമ്മുടെ ഈ സ്കൂളിൻ്റെ ഈ മികച്ച ഈ മുന്നേറ്റത്തിന് എല്ലാവരുടെയും പിന്തുണ 100% ഉണ്ട്. അതിന് ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് പൊറ്റശ്ശേരി സഹകരണ ബാങ്കിൻ്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം വെള്ളിയാഴ്ച 3 മണിക്ക് നടത്തും. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
പാലക്കയം, വിയക്കുറിശി, തൃക്കളൂർ എന്നിവിടങ്ങളിലെ ശാഖകൾക്ക് പുറമെ നിക്ഷേപകരെയും ഇടപാടുകാരെയും അഭ്യർത്ഥന മാനിച്ചാണ് ഹെഡ് ഓഫീസിന്റെ മുകളിലത്തെ നിലയിലാണ് സായാഹ്ന ശാഖ പ്രവർത്തിക്കുന്നത്. സ്ട്രോങ് റൂം എൻ ശംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്യും. ആദ്യ നിക്ഷേപം ജോയിന്റ് രജിസ്ട്രാർ ശ്രീഹരി സ്വീകരിക്കും. മുതിർന്ന സഹകാരികളെ DCC സെക്രട്ടറി C. അച്യുതൻ ആദരിക്കും. ജനങ്ങളുടെയും സഹകാരികളുടെയും ക്ഷേമമാണ് എന്നും ബാങ്കിന്റെ മുഖ്യമുദ്ര. തുടർച്ചയായ ലാഭത്തിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ബാങ്കിന്റെ 3 ബ്രാഞ്ചുകൾ നിലവിലുണ്ട്. 1 പാലക്കയം, 2 വിയക്കുറിശി, 3 തൃക്കളൂർ. ഈ 3ഉം തന്നെ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. 4ാമത്തെ ഞങ്ങളുടെ ശാഖയാണ് സായാഹ്ന ശാഖ. ഒറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിന്റെ മുകളിലത്തെ നില വർഷങ്ങളായി പണി കഴിച്ച് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകിച്ച് ബാങ്കിന് ഒരു പണം ചെലവഴിക്കേണ്ട ഒരവസ്ഥയും വന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമുക്ക് ബാങ്കിൻ്റെ ഈ ശാഖയ്ക്ക് ഗവൺമെൻറ് അനുമതി നൽകുകയും അതിൻ്റെ ഉദ്ഘാടനം നാളെ 12 വെള്ളിയാഴ്ച 3 മണിക്ക് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ബഹുമാനായ VK ശ്രീകണ്ഠൻ MP ആണ് നിർവഹിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് ജോയ് ജോസഫ്, ഡയറക്ടർമാരായ TK അബ്ദുൾ റഫീഖ്, PP സുൽഫിക്കർ അലി, ബിജു കടുകമാക്കൻ, സുമേഷ് കൂട്ടാല എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്ത വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി. വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മെഡിക്കൽ ഓഫീസർക്ക് നൽകി നിർവഹിച്ചു. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ജീപ്പ് മാറ്റി നിർത്തപ്പെടുകയും ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെയേറെ പ്രയാസം അനുഭവിക്കുകയും ചെയ്ത കുറേ മാസങ്ങൾ, ഏകദേശം 1.5 വർഷമായെന്ന് തോന്നുന്നു, അത്രത്തോളം കാലം അത് നമ്മൾ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിവിധ സമയങ്ങളിൽ ഇവിടെ നിന്ന് നമുക്കറിയാം ബ്ലോക്ക് പഞ്ചായത്തിനോട് സഹായം ആവശ്യപ്പെട്ടിരുന്ന ഒരു വാഹനം വാങ്ങി തരണം, അല്ലെങ്കിൽ വാടകയ്ക്കെങ്കിലും എടുത്തു തരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വാഹനം വാങ്ങുക എന്നുള്ളത് അത്രയും വലിയ തുക ഒന്നിച്ച് മാറ്റിവെക്കുക എന്നുള്ളത് പ്രയാസമായതുകൊണ്ട് തന്നെ വാടകയ്ക്ക് എടുക്കുന്ന ഒരു ആലോചനയിലേക്ക് എത്തിയ ഒരു സമയത്താണ് ഇവിടെ നമ്മുടെ അന്ന് മെഡിക്കൽ ഓഫീസർ ചാർജ് ഉണ്ടായിരുന്ന സന്ധ്യ ഡോക്ടർ ഇങ്ങനെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ കയ്യിൽ നിന്നൊരു വാഹനം കിട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നു, നമ്മളൊന്ന് ആവശ്യപ്പെട്ടാലോ എന്ന് എന്നോട് ചോദിച്ചത്. അപ്പോൾ തന്നെ ഒട്ടും അതിൽ ആലോചിക്കേണ്ടി വന്നില്ല. എവിടെ നിന്ന് എന്ത് സഹായം കിട്ടുമെങ്കിലും അത് നമുക്ക് വാങ്ങണം, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന രീതിയിൽ മറുപടി കൊടുക്കുകയും സന്ധ്യ ഡോക്ടർ അതിൻ്റെ ഒപ്പം തന്നെ വിടാതെ പിടിച്ചുകൊണ്ട്, നമുക്കറിയാലോ ഒരു വാഹനം അതിന് കത്തെഴുതി 10 ലക്ഷം രൂപയാണ് വാഹനം വാങ്ങുന്നതിനും അനുബന്ധ ചിലവുകളിലേക്കുമായി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നൽകിയത്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം P. മൊയ്തീൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സൈദാലി, ബ്ലോക്ക് വികസന സ്ഥിരസമിതി അധ്യക്ഷ VK രാധിക, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ P. സുബ്രഹ്മണ്യൻ, കടമ്പഴിപ്പുറം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C. നാരായണൻകുട്ടി, വാർഡ് മെമ്പർ അനീഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് AK, ഡോക്ടർ സന്ധ്യ, HMC പ്രതിനിധി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പഴയ വാഹനം കാലാവധി കഴിഞ്ഞ് ഉപയോഗിക്കാൻ കഴിയാതെ വന്നതോടെയാണ് സഹായഹസ്തവുമായി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ രംഗത്ത് വന്നത്. പട്ടാമ്പിയിൽ കളഞ്ഞു കിട്ടിയ 10 പവനോളം സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് ഒടുവിൽ ഉടമസ്ഥർക്ക് കൈമാറി. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ബാഗിന്റെ ഉടമ ചെന്നൈയിൽ താമസിക്കുന്ന സുജാത എത്തി ബാഗ് കൈപ്പറ്റിയത്. പട്ടാമ്പിയിലെ ബന്ധുവിന്റെ കല്യാണത്തിന് എത്തിയതായിരുന്നു ഇവർ. ചൊവ്വാഴ്ച രാവിലെ പട്ടാമ്പിയിലെ വീട്ടിൽ നിന്നും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ പോകുന്ന വേളയിലാണ് 10.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് കൽപ്പകയിൽ വെച്ച് നഷ്ടമായത്. ഇവർ ഒറ്റപ്പാലത്തെത്തി നോക്കുമ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. പിന്നീട് ഇതിൻ്റെ അന്വേഷണത്തിലായിരുന്നു. ഇതിനിടെയാണ് ചൊവ്വാഴ്ച രാവിലെ പട്ടാമ്പി വഴി പോകുകയായിരുന്ന ഓങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സബാദിന് ബാഗ് ലഭിച്ചത്. ബാഗ് പരിശോധിച്ചപ്പോഴാണ് സ്വർണവും പണവും അടങ്ങിയ ബാഗാണ് എന്ന് മനസ്സിലായത്. പിന്നീട് ഉടമസ്ഥരെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. തുടർന്നാണ് ബാഗ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. ബാഗ് നഷ്ടപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തതോടെ ഉടമസ്ഥരെ കണ്ടെത്താൻ പ്രയാസമുണ്ടായില്ല. അബ്ദുൾ സബാദിൻ്റെ മാതൃകാ പ്രവർത്തനത്തിന് അഭിനന്ദന പ്രവാഹമായിരുന്നു. പട്ടാമ്പി CI അൻഷാദിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ബാഗ് ഉടമകൾക്ക് കൈമാറിയത്. ബാഗ് തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം ഇവർ പങ്കുവച്ചു. ഞങ്ങൾ ഒറ്റപ്പാലത്ത് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ റെഡിയായിട്ട് 12 ഉണ്ടായിരുന്നു. എല്ലാം വണ്ടിയിൽ കയറ്റിയപ്പോൾ സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ ബാഗ് വണ്ടിയിൽ അയച്ചിട്ട് ഞങ്ങൾ പിന്നീട് ബസ്സിന് പോയതായിരുന്നു.
അപ്പോൾ വണ്ടിയിൽ നിന്ന് വീഴുന്നത് അറിഞ്ഞില്ല. 12 അവിടെ ഇറക്കിയപ്പോൾ 11 ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞങ്ങൾ അടുത്ത് ഒറ്റപ്പാല വണ്ടി വരെ വരാറായി. ബാങ്കിൻ്റെ വണ്ടി ഒറ്റപ്പാല സ്റ്റേഷനിൽ പോയപ്പോൾ അവരെടുത്ത് പറഞ്ഞു. ഇപ്പോൾ അവർ ഫോൺ ചെയ്ത് ഷൊർണൂർ സ്റ്റേഷനിൽ പട്ടാമ്പി സ്റ്റേഷനിൽ പറഞ്ഞിട്ട് ഗ്രൂപ്പിലൊക്കെ കുറേ ഇട്ടിരുന്നു ഞങ്ങൾ. പിന്നെ വേറെ മാമിൻ്റെ അറിഞ്ഞ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയാണ്. പിന്നെ ഫോൺ ചെയ്തപ്പോൾ ഇവരുടെ ഫോണാണ് ചേച്ചിയുടെ നമ്പറാണ് കൊടുത്തത്. ചേച്ചി ട്രെയിനിലായിരുന്നു. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ചെന്നൈയിൽ തന്നെ ഇറങ്ങി. പെട്ടെന്ന് എനിക്ക് ഇത് ബാഗ് മിസ്സായതാണ്. എനിക്ക് എന്ത് വയ്യാതായി വന്നിട്ട് തലയൊക്കെ കറങ്ങിയിട്ട് അതുകൊണ്ട് ഞാൻ ചെന്നൈയിൽ ഇറങ്ങി. തന്നെ ചേച്ചി വേഗം വിളിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. രാവിലെ കച്ചവടത്തിന് പോകുമ്പോഴായിരുന്നു കിട്ടിയിരുന്നത്. ഞാൻ വേറെ എവിടെയെങ്കിലും പിന്നെ ഈ ബാഗ് ഏതാണെന്ന് കിട്ടിയപ്പോൾ എനിക്കറിയില്ല. വേറെ എവിടെയെങ്കിലും പിന്നെ കൊടുക്കാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇതിൽ വിലപിടിപ്പുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് തന്നെ ഏൽപ്പിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തി. കാരണം വേറെ എവിടെയും ഏൽപ്പിച്ച് പോകണ്ട, നേരിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക, അതിൻ്റെ ഉടമസ്ഥനെ കണ്ടിട്ട് നേരിട്ട് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ ഞാൻ ഞങ്ങളുടെ നമ്മൾ അറിയപ്പെട്ട ഞങ്ങളെ പഞ്ചായത്ത് മെമ്പറെയും എൻ്റെ കൂട്ടുകാരെ റസാക്കിനെ എല്ലാം വിളിച്ചിട്ട് ഇവിടെ സ്റ്റേഷനിൽ ഏൽപ്പിക്കാം എന്ന് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ അവർ വന്നതിൻ്റെ മുന്നിൽ അവരെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് അതാണ്. മാതൃകാ പ്രവർത്തനം നടത്തിയ സബാദിന് ഉപഹാരവും ഇവർ നൽകി. പട്ടാമ്പി CI അൻഷാദും സബാദിനെ പ്രത്യേകം അഭിനന്ദിച്ചു. ഉടമസ്ഥനെ കണ്ടെത്താനുള്ള നടപടികളെടുക്കുകയും തുടർന്ന് ഇവരുടെ നമ്മുടെ ചെന്നൈയിലുള്ള സുജാത അവരെ കണ്ടെത്തുകയും അവരിന്ന് നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് സ്വീകരിക്കുന്നതിനായിട്ട് ഇന്ന് അവരുടെ മറ്റ് തെളിവുകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ അവർക്കിന്ന് കൈമാറുന്നതാണ്. കൂടുതലൊരു വലിയൊരു പുണ്യപ്രവൃത്തി എന്ന് തന്നെ പറയാം. അതിലേക്ക് നയിച്ചിട്ടുള്ള അതിൻ്റെ ആ പ്രവൃത്തി തന്നെയാണ്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാദ സംഭാഷണം വിശദീകരണവുമായി ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ. സംസാരം തന്റേതു തന്നെ. സംഭാവന പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്വകാര്യ സംഭാഷണത്തിലുള്ളത്. യൂത്ത് കോൺഗ്രസ് നേതാവ് P. സുബീഷ് ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച പരാമർശം എഡിറ്റ് ചെയ്തു മാറ്റിയാണ് രാഷ്ട്രീയമായി പ്രചരിപ്പിക്കുന്നതെന്നും ചെയർമാൻ. ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാന്റെ വിവാദ ഫോൺ സംഭാഷണം കോറി മാഫിയകൾക്ക് പണം വാങ്ങി ചെയർമാൻ ഒത്താശ ചെയ്യുന്നുവെന്നാരോപിച്ച് നഗരസഭയിലേക്ക് UDF മാർച്ച്. മാർച്ചിൽ സംഘർഷം. ചെയർമാൻ രാജിവെക്കണമെന്ന നേതാക്കൾ. ചെർപ്പശ്ശേരി ടൗണിൽ AKG റോഡിൽ ട്രാൻസ്ഫോമറിന് സമീപം യുവാവിനെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാറമണ്ണ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. KCBയുടെ അനാസ്ഥയാണ് അപകട കാരണമെന്ന് ബന്ധുക്കൾ. മണ്ണാർക്കാട് നഗരസഭയിൽ ലീഗ് നേതാവിന്റെ നേതൃത്വത്തിൽ വോട്ടുകൾ വെട്ടിമാറ്റിയെന്ന LDF ആരോപണം അടിസ്ഥാനരഹിതമെന്ന് UDF പ്രിൻസിപ്പൽ കമ്മിറ്റി. ആരോപണം ഉന്നയിച്ച CPM കൗൺസിലർ മൻസൂർ ജീവിച്ചിരിക്കുന്നയാളെ മരിച്ചെന്ന് കാണിച്ച് വെട്ടിമാറ്റിയെന്ന് നേതാക്കൾ. ഒറ്റപ്പാലം നഗരസഭയിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതി. സെക്രട്ടറി ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് മുസ്ലിം ലീഗ് പ്രതിഷേധ സദസ്സ് നടത്തി. സേവനത്തിന് പണം ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണപുരം മൃഗാശുപത്രിയിൽ നടന്ന പ്രതിഷേധം. വനിതാ ഡോക്ടറുടെ പരാതിയിൽ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാങ്കുഴി ഉൾപ്പെടെ 3 പേർക്കെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കേസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.